നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മെഗാ മാരത്തോൺ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മാരത്തോൺ സീരീസിൻ്റെ പാർട്ട് 1 20 ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്ട്സും നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് നോക്കാൻ പോകുന്നത്. നമ്മളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്, ഒരു ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും നോക്കുമ്പോൾ നമുക്കൊരു ടോപ്പിക്കാണ് അവിടെ കവർ ആവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ഈ ഓരോ മാരത്തോൺ സീരീസിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ഇത് നോട്ട് എഴുതിക്കൊണ്ടോ നോട്ട്സ് പ്രിൻ്റ് എടുത്തിട്ടോ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏത്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി ഗോദാവരി, ഓപ്ഷൻ സി സിന്ധു, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. ഇതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏത് എന്നാണ് ചോദിച്ചത്. ഗംഗയാണോ, ഗോദാവരിയാണോ, സിന്ധു ആണോ, ബ്രഹ്മപുത്രയാണോ? ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സിന്ധു ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപദ്വീപിലാകുമ്പോൾ നമുക്ക് ഗോദാവരിയാണ് അല്ലേ, പക്ഷെ ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡാണ്. വാക്ക് ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗാ നദിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോദാവരിയാണ്. അത് അങ്ങോട്ട് മാറിപ്പോവരുത്. ഓക്കെ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. നമുക്കറിയാം ഹിമാലയ നദികളൊക്കെ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. എന്നാൽ സിന്ധു മാത്രം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ടിബറ്റിലെ മാനസ് സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് ലഡാക്കിലൂടെ ഇന്ത്യയിലേക്ക് കടക്കുന്നു. പിന്നെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകി ചില്ലാർ വനപ്രദേശത്ത് വെച്ച് പാകിസ്ഥാനിലേക്ക് കടക്കുന്നു. ഈ പ്രദേശങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഇത് ഉത്ഭവിക്കുന്നത് പിന്നെ ടിബറ്റിൽ നിന്നാണ്. ടിബറ്റിലെ മാനസ് സരോവർ തടാകത്തിന് അടുത്ത് വെച്ചിട്ടാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഈ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇന്ത്യയിലേക്ക് കടക്കുന്നത് ലഡാക്കിലൂടെയാണ്. ഇന്ത്യയിലേക്ക് കടന്നതിന് ശേഷം ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നുണ്ട്. അപ്പൊ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏത് എന്ന് PSC ചോദിക്കാറുണ്ട്. ഏതാണ്? സിന്ധു നദിയാണ്. ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു. പിന്നെ ചില്ലാർ എന്ന് പറയുന്ന വനപ്രദേശത്ത് വെച്ചിട്ടാണ് ഈ സിന്ധു നദി എവിടെ കിടക്കുന്നത്? പാകിസ്ഥാനിലേക്ക് കിടക്കുന്നത്. വളരെ കുറഞ്ഞ ദൂരമാണ് ഇത് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. അപ്പൊ ഏറ്റവും വലിയ നദി, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി സിന്ധു നദി തന്നെയാണ്. പക്ഷെ വളരെ കുറഞ്ഞ ദൂരമേ ഇത് ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ബാക്കിയുള്ള ബാക്കിയുള്ള കൂടുതലും ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗംഗാ നദിയാണെന്ന് നമുക്കറിയാം. 3180 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ ആകെ നീളം. ഇതിന് 5 പോഷക നദികൾ ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട 5 പോഷക നദികളുണ്ട്. ഇതിന്റെ 5 പോഷക നദികളിൽ നിന്നാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചിട്ടുള്ളത്. PSC ഒരിക്കലും അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. പഞ്ചാബിന് ആ പേര് ലഭിച്ചിട്ടുള്ളത്, ആ പേര് ലഭിക്കാൻ കാരണം ഏത് നദിയുടെ പോഷക നദികളാണെന്ന് പറഞ്ഞിട്ട് PSC ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിന്ധു നദിയുടെ 5 പോഷക നദികളിൽ നിന്നാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് 5 പോഷക നദികൾ? ഒന്ന് സത്ലജ് ആണ്, മറ്റൊന്ന് ബിയാസ് ആണ്, മറ്റൊന്ന് ജലമാണ്, മറ്റൊന്ന് രവിയാണ്, മറ്റൊന്ന് ചിനാബാണ്. സത്ലജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സത്ലജ് ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്. ഏറ്റവും നീളം കൂടിയ സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ്. നന്നായി ശ്രദ്ധിക്കുക. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്ലജ് നദിയാണ്. സത്ലജ് നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നു. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിന്ധു നദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സത്ലജ് നദിയിലാണ്. സിന്ധുവിന്റെ പോഷക നദിയായ സത്ലജിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ബിയാസിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. സിന്ധുവിന്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദി ബിയാസ് ആണ്. കുളു തായ്വരയിലൂടെ ഒഴുകുന്ന നദിയും ബിയാസ് ആണ്. കുളു തായ്വരയിലൂടെ ഒഴുകുന്ന നദി എന്ന് വെച്ചാൽ അതും ഏതാണ്? ബിയാസ് ആണ്. ഇത് പിന്നെ നേരിട്ട് സിന്ധുവിലല്ല ചേരുന്നത്, പകരം സത്ലജിലാണ് ചേരുന്നത് കേട്ടോ. ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? സത്ലജിൽ ചേരുന്നു. പിന്നെ സത്ലജ് ആണ് പോയിട്ട് സിന്ധുവിൽ ചേരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോങ് അണക്കെട്ട് ബിയാസ് നദിയിലാണ്. അപ്പോൾ ബിയാസ് നദിയെ കുറിച്ച് നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കുളു തായ്വരയിലൂടെ ഒഴുകുന്നു. ഇന്ത്യയിൽ വെച്ച് തന്നെ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിൽ വെച്ച് തന്നെ സത്ലജിൽ പതിക്കുന്നു.
പോങ് അണക്കെട്ട് ബിയാസ് നദിയിലാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. സിന്ധുവിന്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദിയാണ് ഏത്? ബിയാസ്. ഏറ്റവും നീളം കൂടിയത് നമ്മൾ പറഞ്ഞു സത്ലജ് ആണ്, ഏറ്റവും നീളം കുറഞ്ഞത് ബിയാസ് ആണ്. മറ്റൊരു പോഷക നദിയാണ് ചലം നദി. ചലം നദി കാശ്മീരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഋഗ്വേദത്തിൽ വിദാസ്ത എന്നറിയപ്പെടുന്ന നദിയാണ് ചലം നദി. ഋഗ്വേദത്തിൽ വിദാസ്ത എന്നറിയപ്പെടുന്ന നദി എന്ന് വെച്ചാൽ ഏതാണ്? ചലം നദിയാണ്. ഉറി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചലം നദിയിലാണ്. ഉറി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ്? ചലം നദിയിലാണ്. ചലം നദിയിലാണ് ഉറി അണക്കെട്ട്. ഉറിയിൽ ജലമാണ് വെച്ചത് എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഉറി അണക്കെട്ട് ഏതിലാണ്? ജലം നദിയിലാണ്. പോങ് അണക്കെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് എവിടെയാണ്? ബിയാസ് നദിയിലാണ്. പോങ് ബിയാസ് നദിയിലും ഉറി അണക്കെട്ട് ജലം നദിയിലുമാണ്. മറ്റൊരു പോഷക നദിയാണ് രവി എന്ന് പറയുന്നത്. രവി ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഋഗ്വേദത്തിൽ പരുഷ്ണി എന്നറിയപ്പെടുന്ന നദിയാണ് രവി നദി. അഞ്ചാമത്തെ പോഷക നദിയാണ് ചിനാബ്. ചിനാബ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ഏത്? ചിനാബ്. നമ്മൾ നേരത്തെ സത്ലജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ്. അതായത് സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ് ആണ്. ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ കടന്ന് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ഇത് സിന്ധുവിൽ ചേരുന്നത്. അത് ഏറ്റവും നീളം കൂടിയ നദിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിനാബ് നദിയാണ്. മാറിപ്പോയത്. സത്ലജ് നദിയാണ് ഏറ്റവും നീളം കൂടിയ സിന്ധുവിന്റെ പോഷക നദി. എന്നാൽ ഏറ്റവും ജലം വഹിക്കുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? ചിനാബ് നദിയാണ്. ഇനി നമ്മൾ പറഞ്ഞു ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണെന്ന് പറഞ്ഞില്ലേ. ബക്രാനങ്കൽ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട 2 ഫാക്ട് കൂടി നമ്മളിവിടെ പഠിച്ചു വെക്കാണ്ട്. ഈ ബക്രാനങ്കലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നെഹ്റുജി ആയിരുന്നു. നെഹ്റുജി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഒരു കോഴ്സ് ഉണ്ട്. എന്താണ്? ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് നെഹ്റു പറഞ്ഞത് ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേദിയിലാണ്. അപ്പോൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റു ആണ്. എപ്പോഴാണ് ഇത് പറഞ്ഞത്? ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഒരു അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട്. ഈ ബക്രാനങ്കൽ എന്ന് പറഞ്ഞാൽ ഒറ്റ അണക്കെട്ടല്ല. ബക്രയൊന്നും നങ്കൽ വേറൊന്നുമാണ് കേട്ടോ. ഒരു സിസ്റ്റമാണ് ബക്രാനങ്കൽ എന്ന് പറയുന്ന ഒറ്റ സിസ്റ്റമാണ്. അതിൽ ബക്ര ഉണ്ട്, നങ്കൽ ഉണ്ട്. രണ്ട് അണക്കെട്ടായിട്ടാണ്. 1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സിന്ധു നദീജല കരാറുണ്ട്. 1960 ഈ കരാർ നടത്തിയിട്ടുള്ളത്. അതിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്ക് ആണ്. ആരൊക്കെയാണ് ഒപ്പിട്ടത്? ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു ഒപ്പിട്ടപ്പോൾ പാകിസ്ഥാന് വേണ്ടി അയ്യൂബ് ഖാനാണ് ഒപ്പിട്ടത്. അപ്പോൾ സിന്ധു നദീജല കരാറിൽ ഒപ്പിട്ടത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും അയ്യൂബ് ഖാനുമാണ്. വർഷം 1960. ലോകബാങ്കാണ് മധ്യസ്ഥത വഹിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗംഗയുണ്ട്, ഓപ്ഷൻ ബി ഗോദാവരി ഉണ്ട്, ഓപ്ഷൻ സി സിന്ധു ഉണ്ട്, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്രയുണ്ട്. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുമ്പോൾ ഗംഗാ നദിയാണ്. കാരണം സിന്ധു ആണ് ഏറ്റവും വലിയ നദി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗംഗയേക്കാൾ വലിയ നദിയാണ് സിന്ധു. പക്ഷേ സിന്ധു ഇന്ത്യയിലൂടെ വളരെ കുറഞ്ഞ ദൂരമാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയാറുള്ളത് സിന്ധു നദിയാണ്. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സിന്ധു എന്നുള്ള ആൻസർ പറഞ്ഞാൽ അത് തെറ്റാവൂല. കാരണം 3200 കിലോമീറ്റർ ഉണ്ട് സിന്ധു നദി. പക്ഷെ അത് ഇന്ത്യയിലൂടെ വളരെ കുറച്ച് ഒഴുകുന്നുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദി എന്നുള്ള അർത്ഥത്തിൽ ആണ് ഇത് പറയാറുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. 2525 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം. ഓർത്തൊക്കെ എളുപ്പമല്ലേ, ഫാൻസി നമ്പർ ആണ് അല്ലെ. 25 ആ രീതിയിൽ ഓർത്തു വെക്കാം. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. നമുക്കറിയാം ഉത്ഭവിക്കുന്ന സ്ഥലത്ത് ഇത് എന്തല്ല, ഗംഗാനദി അല്ല, ഭഗീരഥി നദിയാണ് അല്ലെ. ഈ ഭഗീരഥ നദിയും അളങ്കാനന്ദ നദിയും ദേവപ്രയാഗിൽ വെച്ചിട്ട് സംഗമിക്കുമ്പോഴാണ് എന്തായി മാറുന്നത്? ഗംഗാനദിയായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഗംഗാനദി ഉത്ഭവിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണെന്ന് പറയാറുണ്ടെങ്കിൽ കൂടി ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭഗീരഥി നദിയാണ്. ഈ ഭഗീരഥി നദിയും അളകാനന്ദ നദിയും ദേവപ്രയാഗിൽ വെച്ച് സംഗമിക്കുമ്പോഴാണ് ഇത് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നമുക്കറിയാം. ഹെയ്ലി നാഷണൽ പാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ ഒരു പോഷക നദിയുണ്ട്. അതാണ് രാം ഗംഗ. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? രാംഗംഗ നദിയാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതെന്ന് വെച്ചാൽ യമുനയാണ് അല്ലെ.
ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ആഗ്രയിലൂടെ ഒഴുകുന്ന നദി, അല്ലെങ്കിൽ താജ്മഹലിന്റെ തീരത്തൂടെ ഒഴുകുന്ന നദി എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട് അല്ലേ. യമുന നദിയാണ് ഏറ്റവും നീളം കൂടിയ ഗംഗയുടെ പോഷക നദി. ഏറ്റവും വലിയ പോഷക നദി എന്നറിയപ്പെടുന്നത് ഗാഗ്രയാണ്. ഏറ്റവും നീളം കൂടിയത് യമുനയാണ്, എന്നാൽ ഏറ്റവും വലിയ പോഷക നദി എന്നറിയപ്പെടുന്നത് ഗാഗ്ര നദിയാണ്. അതായത് ജലസമ്പത്തിന്റെ കാര്യത്തിലായിരിക്കും ഏറ്റവും വലുത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നീളത്തിന്റെ കാര്യത്തിൽ ഏതാണ്? യമുനയാണ്. നമുക്കറിയാം അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദി ഏത് നദീക്കരയിലാണ്? സരയൂ നദിയുടെ തീരത്താണ്. സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ ഈ സരയൂ നദി ഗാഗ്രയുടെ പോഷക നദിയാണ്. അപ്പോൾ ചിലയിടങ്ങളിൽ അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഗാഗ്ര നദിയുടെ തീരത്താണ് എന്നും കാണാറുണ്ട്. അത് തെറ്റല്ല. സരയൂ നദിയുടെ തീരത്താണ് യഥാർത്ഥത്തിൽ അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. ഈ സരയൂ നദി എന്ന് പറയുന്നത് ഏതാണ്? ഗാഗ്ര നദിയുടെ പോഷക നദിയാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗാഗ്ര ഏതിന്റെ പോഷക നദിയാണ്? ഗംഗയുടെ പോഷക നദിയാണ്. അപ്പൊ ഏറ്റവും വലിയ ഗംഗയുടെ പോഷക നദി ഗാഗ്രയാണ്. എന്നാൽ ഏറ്റവും നീളം കൂടിയ പോഷക നദി യമുനയാണ്. മാറിപ്പോയത്. നീളം കൂടിയത് ഏതാണ്? യമുനയാണ്. ഏറ്റവും വലുത് ഗാഗ്രയാണ്. ഓക്കെ. ഇനി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി നദിയാണ്. നമുക്കറിയാം അല്ലെ. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി നദിയും എന്താണ്? ഗംഗയുടെ പോഷക നദിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി നദിയും ഗംഗയുടെ പോഷക നദിയാണ്. 2008 നവംബറിലാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. 2008 നവംബറിൽ ഗംഗയെ എന്ത് പ്രഖ്യാപിച്ചു? ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചു. ഗംഗാ നദീജല കരാറുണ്ട്. നമ്മൾ നേരത്തെ സിന്ധു നദീജല കരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1960 വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യക്ക് വേണ്ടി നെഹ്റുവും പാകിസ്ഥാന് വേണ്ടി അയ്യൂബ് ഖാനും ഒപ്പിട്ട സിന്ധു നദീജല കരാർ ഉണ്ടായിരുന്നു. അതേപോലെ ഗംഗാ നദീജല കരാർ ഉണ്ടാവും. ഗംഗാ നദീജല കരാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗംഗ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. ഇത് പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല, പകരം എവിടേക്കാണ് പോകുന്നത്? ബംഗ്ലാദേശിലേക്കാണ് പോകുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് ഗംഗാ നദീജല കരാറിൽ ഒപ്പിടുന്നത്. വർഷം ഏതാണ്? 1996 ഗംഗാ നദീജല കരാർ ഒപ്പിടുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഒപ്പിടുന്നത് ദേവഗൌഡയാണെങ്കിൽ ബംഗ്ലാദേശിന് വേണ്ടി ഒപ്പിടുന്നത് ആരാണ്? ഷെയ്ഖ് ഹസീനയാണ്. ഇപ്പൊ വളരെ ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷെയ്ഖ് ഹസീന അല്ലെ. അപ്പൊ ബംഗ്ലാദേശിന് വേണ്ടി ഇതിൽ ഒപ്പിടുന്നത് ഷെയ്ഖ് ഹസീനയും ഇന്ത്യക്ക് വേണ്ടി ഗംഗാ നദീജല കരാറിൽ ഒപ്പിടുന്നത് ദേവഗൌഡയുമാണ്. അതേപോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഗംഗയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് നവാമി ഗംഗ പദ്ധതി. ഗംഗാ നദിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നവാമി ഗംഗ പദ്ധതി. 2014 നരേന്ദ്രമോദിയാണ് എന്ത് പ്രഖ്യാപിച്ചത്? നവാമി ഗംഗ പദ്ധതി പ്രഖ്യാപിച്ചത്. അപ്പൊ നവാമി ഗംഗ വർഷം 2014 നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതാണ്. ഗംഗാ നദിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ് നവാമി ഗംഗ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഗംഗ നദീജല കരാർ നമ്മൾ പറഞ്ഞു, നവാമി ഗംഗ പറഞ്ഞു. 2008 നവംബറിലാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഗാഗ്രയാണ്. ഏറ്റവും നീളം കൂടിയ പോഷക നദി യമുനയാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണെന്ന് പറഞ്ഞു. 2525 കിലോമീറ്ററാണ് ഗംഗാ നദിയുടെ നീളം എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ഏത്? ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ഏത്? സിന്ധുവാണോ, ഗംഗയാണോ, ബ്രഹ്മപുത്രയാണോ, യമുനയാണോ? ഏതാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്രഹ്മപുത്രയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി. ടിബറ്റിലെ മാനസ് സരോവറിന്റെ അടുത്ത് നിന്ന് ഉത്ഭവിച്ച് അരുണാചൽ പ്രദേശിൽ കൂടി ഇന്ത്യയിൽ പ്രവേശിക്കുന്നു. ആകെ നീളം 2900 കിലോമീറ്റർ. പക്ഷേ 2900 കിലോമീറ്ററിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് വെറും 916 കിലോമീറ്റർ ആണ് കേട്ടോ. ബ്രഹ്മപുത്രയുടെ മൊത്തം നീളം 2900 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് വെറും 916 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് സംശയം വേണ്ട എന്താണ് ഏറ്റവും വലിയ നദി ഗംഗയായത് ബ്രഹ്മപുത്ര ആവാഞ്ഞത് നോക്കുന്ന സംശയം വേണ്ട. സിന്ധുവും ബ്രഹ്മപുത്രയും ഒക്കെ ഗംഗയേക്കാൾ നീളമുള്ള നദികളാണ്. പക്ഷെ എന്തല്ല, ഇന്ത്യയിലൂടെ വളരെ കുറച്ചാണ് ഒഴുകുന്നത്. ബ്രഹ്മപുത്ര ഒഴുകുന്നത് 916 കിലോമീറ്റർ ആണ്. എന്നാൽ ഗംഗാനദിയാണ് ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. പ്രാചീന കാലത്ത് ലൗഹിത്യം എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. മാത്രമല്ല നദികളുടെ കൂട്ടത്തിൽ പുരുഷനാമമുള്ള ഏക നദി എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്രയാണ്. നമുക്കറിയാം സിന്ധു ആണെങ്കിലും ഗംഗയാണെങ്കിലും യമുനയാണെങ്കിലും നർമ്മദയാണെങ്കിലും ഒക്കെ ഒരു സ്ത്രീ പേരുകളാണുള്ളത് അല്ലെ. ഒരു പുരുഷനാമത്തിൽ അറിയപ്പെടുന്ന ഒരേ ഒരു നദിയാണ് ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നത്.
ടിബറ്റിൽ സാങ്പോ എന്നും അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്നും ഒക്കെയാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ടിബറ്റിൽ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. ടിബറ്റിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. അവിടെ ഇത് അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. അരുണാചൽ പ്രദേശിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ദിഹാങ് എന്നായി മാറുന്നു. ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഇത് ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് എന്താണ്? ജമുന എന്ന പേരിലാണ്. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയിലാണ്. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. കാസിരംഗ ദേശീയ ഉദ്യാനത്തിന് സമീപത്ത് കൂടി ബ്രഹ്മപുത്ര ഒഴുകുന്നു. കാസിരംഗ ദേശീയ ഉദ്യാനത്തിന് സമീപത്തോടെ ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഭൂപൻ ഹസാരികയാണ് അല്ലെ. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഭൂപൻ ഹസാരികയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഒരു നദി ഉണ്ട്. ഏതായിരുന്നു നദി? ടീസ്തയാണ് അല്ലെ. ടീസ്ത നദി, അതാ സിക്കിമിന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന ടീസ്ത നദിയാണ് ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത്. ഈ ടീസ്ത നദി ബംഗ്ലാദേശിൽ വെച്ച് ജമുനയുമായി ചേരുന്നുണ്ട്. ഇനി നമുക്കറിയാം സുന്ദർബൻസ് ഡെൽറ്റ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ അല്ലെ. ഏറ്റവും വലിയ എന്താ പറയാ കണ്ടൽക്കാടുകളൊക്കെ സുന്ദർബൻ ഡെൽറ്റയിലാണ് ഉള്ളത്. സുന്ദർബൻ ഡെൽറ്റ ഉണ്ടാക്കുന്നത് ബ്രഹ്മപുത്രയും അതേപോലെ ഗംഗാ നദിയും ചേർന്നിട്ടാണ്. ഇന്ത്യയിലെ ഭാഗം ഉണ്ടാക്കുന്നത് ഗംഗാ നദിയും ബംഗ്ലാദേശിലെ ഭാഗം സുന്ദർബൻ ഡെൽറ്റയുടെ ബംഗ്ലാദേശിലെ ഭാഗം ഉണ്ടാക്കുന്നത് ബ്രഹ്മപുത്രയുമാണ്. മാറിപ്പോകരുത്. ഈ സുന്ദർബൻസ് ഡെൽറ്റയുടെ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന പ്രദേശം ഭാഗം നിർമ്മിക്കുന്നത് ആരാണ്? ഗംഗാ നദിയാണ്. ബംഗ്ലാദേശിലെ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ ബ്രഹ്മപുത്ര നദിയാണ്. ക്ലിയർ ആണോ എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭ്രംശതായ്വരയിലൂടെ ഒഴുകുന്ന നദി ഏത്? റിഫ്റ്റ് വാലി അഥവാ ഭ്രംശതായ്വരയ്ക്ക് പറയുന്ന മറ്റൊരു ഇംഗ്ലീഷിൽ പറയുന്നത് റിഫ്റ്റ് വാലി എന്നാണ്. എങ്ങനെയാണ് PSC ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. ഭ്രംശതായ്വരയിലൂടെ അല്ലെങ്കിൽ റിഫ്റ്റ് വാലിയുടെ ഒഴുകുന്ന നദി ഏത്? കൃഷ്ണ നദി ആണോ? ഗോദാവരി ആണോ? നർമ്മദയാണോ? കാവേരിയാണോ? ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കാറില്ല. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. നർമ്മദയാണ് റിഫ്റ്റ് വാലിയുടെ അല്ലെങ്കിൽ ഭ്രംശതായ്വരയുടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയും ഏതാണ്? നർമ്മദയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദി എന്ന് വെച്ചാൽ നർമ്മദ നദിയാണ്. അറബിക്കടലിലെ ഗംബട്ട് ഉൾക്കടലിലാണ് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ഗംബട്ടിലാണ് നർമ്മദയുടെ പതനസ്ഥാനം. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും നർമ്മദ പതിക്കുന്നത് അറബിക്കടലിലാണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ഇതുകൂടി പഠിച്ചു വെക്കണം. കാരണം PSC ആ രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. ഗൾഫ് ഓഫ് ഗംബട്ട് അല്ലെങ്കിൽ ഗംബട്ട് ഉൾക്കടലിലാണ്. ഗുജറാത്തിന്റെ സമീപത്ത് വരുന്ന ഒരു ഭാഗമാണ്, അറബിക്കടലിന്റെ ഒരു ഭാഗമാണ് ഗംബട്ട് ഉൾക്കടൽ എന്ന് പറയുന്നത്. ഈ ഗൾഫ് ഓഫ് ഗംബട്ട് അല്ലെങ്കിൽ ഗംബട്ട് ഉൾക്കടലിലാണ് ഏത് പതിക്കുന്നത്? നർമ്മദ നദി പതിക്കുന്നത്. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ ഒഴുകുന്നത്. നർമ്മദയുടെ നീളം എന്ന് പറയുന്നത് 1312 ആണ്. 13-12 ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. 13-12 1312 ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതേപോലെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയും നർമ്മദയാണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് വെച്ചാൽ അത് ഗോദാവരിയാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. അത് 3000 ചില കിലോമീറ്റർ ഉണ്ട്. എന്നാൽ ബ്രഹ്മപുത്ര 2900 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇന്ത്യയിലൂടെ ഒഴുകുന്ന വെറും 916 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന നദി ഗംഗാ നദിയാണെന്ന് പറഞ്ഞു. എന്നാൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. രണ്ടാമത് കൃഷ്ണയാണ്. മൂന്നാമത്തത് നർമ്മദയാണ്. പിന്നെ ഇന്ദിരാസാഗർ, സർദാർ സരോവർ അണക്കെട്ട് എന്നിവ നർമ്മദാ നദിയിലാണ്. PSC ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏത് എന്നുള്ളത്. നർമ്മദാ നദിയിലാണ്. അതേപോലെ ഇന്ദിരാസാഗർ അണക്കെട്ടും എവിടെയാണ്? നർമ്മദാ നദിയിലാണ്. എവിടെ നിന്നാണ് ഈ നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്? അമർകണ്ടക് ഹിൽസിൽ നിന്നാണ്. അമർകണ്ടക് ഹിൽസിൽ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. താപ്തി നദി, മാഹി നദി എന്നിവയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. മറ്റു പ്രധാനപ്പെട്ട നദികളാണ് പറഞ്ഞത്. നർമ്മദയുടെ ഒരു ഇരട്ടയെ പോലെ നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി നദി അല്ലെ. നർമ്മദയുടെ അതേ പാരലായിട്ട് ഒഴുകുന്ന മറ്റൊരു നദിയാണ് താപ്തി നദി. സൂറത്ത് പട്ടണം താപ്തി നദിയുടെ തീരത്താണ്. സൂറത്ത് പട്ടണം എവിടെയാണ്? താപ്തി നദിയുടെ തീരത്താണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരിയാണോ? കൃഷ്ണയാണോ? ഗോദാവരിയാണോ? മഹാനദിയാണോ? ഏതാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്? ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഗോദാവരി നദിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്. ഏതാണ്? ഗോദാവരി നദിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. നമ്മൾ നേരത്തെ പറഞ്ഞു ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി എന്ന് പറഞ്ഞു. ഗംഗ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്.
അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്ത് പറയുന്നത്, പിന്നെ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വറിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ ഹില്ലിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ 1465 കിലോമീറ്റർ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് ഏത്, ഗോദാവരി നദി. 1465 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഓക്കെ. ഉപദ്വീപ് ഇന്ത്യയിൽ കിഴക്കോട്ട് ഒഴുകുന്ന രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. ഉപദ്വീപ് ഇന്ത്യയിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ. കാവേരി നദി കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാവേരി നദി കർണാടകയിലെ കുടക് ജില്ലയിലെ തലക്കാവേരി എന്നൊക്കെ അറിയപ്പെടും അല്ലെ, തലക്കാവേരി എന്നൊക്കെ അറിയപ്പെടുന്ന ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഈ കാവേരി നദിയുടെ നീളം എന്ന് പറയുന്നത് വെറും 800 കിലോമീറ്റർ ആണ്. നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റു നദികളൊക്കെ അപേക്ഷിച്ചിട്ട് വളരെ ചെറുതാണ് കാവേരി. നമ്മൾ കേരളത്തിലെ നദികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ വലിയ നദികളാണല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിന്റെ നീളം എത്രയാണ്, 243 കിലോമീറ്റർ ഉള്ളൂ അല്ലെ. അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ ഉള്ള നദികളാണ് ഈ പറയുന്ന നദികളൊക്കെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ കാലത്തും വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തും ഒക്കെ മഴ ലഭിക്കുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ മറ്റ് ഉപദ്വീപീയ നദികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് താരതമ്യേന കുറഞ്ഞ ഏറ്റക്കുറച്ചിലാണ് നദി വർഷം മുഴുവൻ ഓതുന്നത്. അതായത് ഈ നദികളിൽ വെള്ളം ഓരോ കാലത്ത് വെള്ളം കുറയാറുണ്ടല്ലോ, നല്ല വ്യത്യാസങ്ങൾ വരാറുണ്ട്. എന്നാൽ മറ്റു നദികളെ അപേക്ഷിച്ചിട്ട് കാവേരി നദിയുടെ കാര്യത്തിൽ താരതമ്യേന വെള്ളത്തിലുള്ള വ്യത്യാസം കുറവാണെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ മഞ്ഞ് തിന്നുന്നവൻ, ഓപ്ഷൻ ബി മഞ്ഞിന്റെ വാസസ്ഥലം, ഓപ്ഷൻ സി റോസാപ്പൂക്കൾ സുലഭം, ഓപ്ഷൻ ഡി മൂടൽ മഞ്ഞ്. ഇതിൽ ഏതാണ് ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ കൂടി ഇതിന്റെ ഓപ്ഷൻ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. മഞ്ഞ് തിന്നുന്നവനാണോ, മഞ്ഞിന്റെ വാസസ്ഥലമാണോ, റോസാപ്പൂക്കൾ സുലഭം എന്നാണോ, മൂടൽ മഞ്ഞ് എന്നാണോ, എന്താണ് ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ് ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം. മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന ഒരു കാറ്റുണ്ടല്ലോ, ഏതായിരുന്നു? ചിനൂക്കാണ് അല്ലെ. ചിനൂക്ക് എന്ന കാറ്റിന്റെ പേരാണ് മഞ്ഞ് തിന്നുന്നവൻ എന്ന് പറയുന്നത്. ഇവിടെ ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ഓപ്ഷനിൽ കണ്ട റോസാപ്പൂക്കൾ സുലഭം എന്നത് ഏത് വാക്കിന്റെ അർത്ഥമാണ്? നമുക്കറിയാം സിയാച്ചിൻ എന്ന് പറയുന്ന ഒരു ഹിമാനി ഉണ്ട് അല്ലെ. 3ാം ധ്രുവം എന്നൊക്കെ അറിയപ്പെടുന്ന സിയാച്ചിൻ എന്ന് പറയുന്ന ഹിമാനി ഉണ്ട്. ഈ സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് റോസാപ്പൂക്കൾ സുലഭം എന്ന് പറയുന്നത്. ഹിമാലയത്തിന് 3 സമാന്തര നിരകളാണുള്ളത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിമാദ്രി ഉണ്ട്, ഹിമാചൽ ഉണ്ട്, ശിവാലിക് ഉണ്ട്. ഹിമാദ്രി ആണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് വശത്തായിട്ട് കാണപ്പെടുന്ന പർവ്വത നിരകളാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗ പർവ്വതമൊക്കെ ഈ ഹിമാദ്രിയുടെ ഭാഗമാണ്. ഹിമാചൽ എന്ന് പറഞ്ഞാൽ സുഖവാസ കേന്ദ്രങ്ങൾ പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ എന്ന് പറയപ്പെടുന്നത്. കുളു, കാശ്മീർ എന്നീ താഴ്വരകൾ ഇതിന്റെ ഭാഗമാണ്. 3ാമത്തെ ഭാഗമാണ് ശിവാലിക്. ശിവന്റെ തിരുമുടി എന്നാണ് ശിവാലിക് എന്ന വാക്കിന്റെ അർത്ഥം. ഈ ഭൂകമ്പങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഹിമാലയൻ നിരയാണ് ശിവാലിക് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര ഹിമാലയമാണ്. ഏറ്റവും വലിയ മടക്ക് പർവ്വതം, ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂറേഷ്യൻ ഫലകവും ഇന്ധന ഫലകവും കൂട്ടിയിടിച്ചിട്ടാണ് ഇതുണ്ടായത്. ഇത് ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് ഹിമാലയമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് ഏതാണ്? ഹിമാലയം പർവ്വതമാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയ നദിയാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയം. നമുക്കറിയാലോ, ഒരുപാട് നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ജലം എത്തിക്കുന്നത് അല്ലേ. പാകിസ്ഥാനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ ജലം എത്തിക്കുന്നത്. അതേപോലെ ടിബറ്റിലൂടെയാണ് ഒരുപാട് നദികൾ ഒഴുകുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ, ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ജലം എത്തിക്കുന്നത് ഹിമാലയ നദികളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഏഷ്യയുടെ വാട്ടർ ടവർ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ. അപ്പോൾ ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ദിര പോയിന്റിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത്? ഇന്ദിര പോയിന്റിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത് എന്നാണ് ചോദ്യം. 8 ഡിഗ്രി 4 മിനിറ്റ് സൗത്ത് പറയുന്നുണ്ട്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് പറയുന്നുണ്ട്, 6 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് പറയുന്നുണ്ട്, 6 ഡിഗ്രി 4 മിനിറ്റ് സൗത്ത് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് ഇന്ദിര പോയിന്റിലൂടെ? നമുക്കറിയാം
ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റമാണ് ഏത്? ഇന്ദിര പോയിന്റ് അല്ലേ? ഈ ഇന്ദിര പോയിന്റിലൂടെ കടന്നു പോകുന്നത് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നത്, പിഗ്മാലിയൻ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശം അല്ലേ. ഈ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശരേഖ ഏത് എന്ന് ആണ് ചോദ്യം. 8 ഡിഗ്രി 4 മിനിറ്റ് സൗത്ത് ആണോ, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ആണോ, 6 ഡിഗ്രി 4 മിനിറ്റ് സൗത്ത് ആണോ, 6 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ആണോ? ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കിട്ടാത്തവർ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. 6 ഡിഗ്രി 4 മിനിറ്റ് നോർത്താണ്. നമുക്കറിയാം ഇന്ത്യയുടെ തെക്കേറ്റത്തോട് കടന്നു പോകുന്ന അക്ഷാംശരേഖ 8 ഡിഗ്രി 4 മിനിറ്റ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചോദ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ 8 ഡിഗ്രി 4 മിനിറ്റ് എന്ന് പറയുന്നത് കന്യാകുമാരിയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ്. നമ്മളിത് പിന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ വിശദമായിട്ട് നമ്മൾ ഇത് ക്ലാസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഈ 8 ഡിഗ്രി 4 മിനിറ്റ് കന്യാകുമാരിയിലൂടെയാണ് കടന്നു പോകുന്നത്. 6 ഡിഗ്രി 4 മിനിറ്റ് നോർത്താണ് ഇതിലൂടെ കടന്നു പോകുന്നത്, ഇന്ദിര പോയിന്റിലൂടെ കടന്നു പോകുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുകൂടി കടന്നു പോകുന്നത്, അതായത് ഇന്ദിര കോളാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം നമുക്കറിയാം. ഈ വടക്കേ അറ്റത്തുകൂടി കടന്നു പോകുന്ന ഏതാണ്? 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുകൂടി കടന്നു പോകുന്ന അക്ഷാംശരേഖ ഏതാണ്? 37 ഡിഗ്രി 6 മിനിറ്റ് ആണ്. അപ്പോൾ 23 ഡിഗ്രി നോർത്ത്, ഇന്ത്യയുടെ കടന്നു പോകുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അക്ഷാംശരേഖയാണ് ഏത്? 23 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖ എന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നൊക്കെ അറിയപ്പെടുന്ന 23 ഡിഗ്രി നോർത്താണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നത്. ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത് കേട്ടോ. ഇന്ത്യയുടെ മാനക രേഖാംശം ഏത്? ഇന്ത്യയുടെ മാനക രേഖാംശം ഏത്? 23 ഡിഗ്രി കിഴക്കാണോ, 66 ഡിഗ്രി തെക്കാണോ, 82 ഡിഗ്രി കിഴക്കാണോ, 23 ഡിഗ്രി വടക്കാണോ? ഇതിലേതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നതാണ് മാനക രേഖാംശം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നത്? ഇതിലേത് ഇതാണ്? 23 ഡിഗ്രി ആണോ, 66 ഡിഗ്രി തെക്കാണോ, 86 ഡിഗ്രി കിഴക്കാണോ, 23 ഡിഗ്രി വടക്കാണോ? ഇതിലേതാണ് മാനക രേഖാംശം? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 82 ഡിഗ്രി കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നത്. ഈ 82 ഡിഗ്രി കിഴക്ക് ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ മാനക രേഖാംശം കടന്നു പോകുന്നത്. ഉത്തർപ്രദേശിലെ മിർസാപൂരാണ് ഈ കടന്നു പോകുന്ന പ്രധാന പട്ടണം. ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ ഈ 82 ഡിഗ്രി കിഴക്ക് ഈസ്റ്റ് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പട്ടണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? മിർസാപൂരാണ്. അപ്പോൾ നമ്മുടെ സമയം നമുക്കറിയാം GMT-യേക്കാളും അല്ല UCT-യേക്കാളും 5:30 മണിക്കൂറാണ്, പ്ലസ് 5:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വരുന്നത്. അതായത് GMT പ്ലസ് 5:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വരുന്നത്. GMT ഉച്ചക്ക് 12 മണിയാകുമ്പോൾ ഇന്ത്യയിൽ എന്താകും? വൈകുന്നേരം എത്രയാകും? 5:30 ആയിട്ടുണ്ടാകും. അത് നമ്മൾ 0 ഡിഗ്രി മെറീഡിയന്റെ റൈറ്റ് സൈഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം നമ്മുടെ കഴിഞ്ഞിട്ടാണ് എവിടെയൊക്കെ പോവുക? ഈ പറയുന്നത് 0 ഡിഗ്രിയിൽ സൂര്യൻ എത്തുക. അതുകൊണ്ടാണ് നമ്മുടെ സമയം നേരത്തെ ആക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടൈം സോൺസ് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണുക, ഞാൻ വിശദീകരിക്കുന്നില്ല. 29ാമത്തെ ചോദ്യം, ലിപുലഗ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ്? ലിപുലഗ് ചുരം സിക്കിം ടിബറ്റ് ഉണ്ട്, ഉത്തരാഖണ്ഡ് ടിബറ്റ് ഉണ്ട്, ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഉണ്ട്, അരുണാചൽ പ്രദേശ് ടിബറ്റ് ഉണ്ട്. എല്ലാത്തിനും ഒരു ഭാഗത്ത് ടിബറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഇനി മറ്റേ ഭാഗത്ത് ഏത് സ്ഥലമാണ് എന്നുള്ളത് നോക്കിയാൽ മതി. ലിപുലഗ് ചുരമാണ് ചോദിച്ചത്. സിക്കിമാണോ, ഉത്തരാഖണ്ഡാണോ, ഹിമാചൽ പ്രദേശാണോ, അരുണാചൽ പ്രദേശാണോ? ആൻസർ കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ത്? ലിപുലഗ് ചുരം എന്നറിയപ്പെടുന്നത്. ഇത് ഓർത്തൊക്കെ ഒരു കോഡ് പറഞ്ഞുതരാം. നമുക്കറിയാം, നമ്മൾ ഉത്തരം പറയൽ നമ്മൾ പറയില്ല ചില സമയത്ത് എൻ്റെ ഉത്തരം എൻ്റെ നാവിന് തുമ്പിലുണ്ട് അല്ലെങ്കിൽ എൻ്റെ ചുണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ പറയാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ലിപ്പ് ഉത്തരം എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഉത്തരാഖണ്ഡ് ടിബറ്റിനെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലഗ് ചുരം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് നാഥുല ചുരം അല്ലേ.
പുരാതന പട്ടുപാത എന്നൊക്കെ അറിയപ്പെടുന്ന നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. സിൽക്ക് ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. സിൽക്ക് പുരാതന പട്ടുപാത എന്ന് അറിയപ്പെടുന്നത് സിൽക്കാണ്. സിക്കിം ടു ടിബറ്റ് നാഥുല ചുരം. ഇനി ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്കില ചുരം. ഇത് ഞാനിത് ഓർത്ത് വെച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിമാചൽ പ്രദേശിൽ നമ്മൾ HP എന്നല്ല എഴുതുക. അപ്പോൾ HP ഒരു ലാപ്ടോപ്പ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെ അങ്ങനെയാണ് ഞാനിതിനെ കണക്ട് ചെയ്ത് വെച്ചത്. ഷിപ്കില ടിബറ്റ് ഏതാണ്? ഷിപ്കില ടിബറ്റ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ്. അരുണാചൽ പ്രദേശും ടിബറ്റും നമ്മൾ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡില ചുരം. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിലെ ലാസയാണ് ബന്ധിപ്പിക്കുന്നത് ബോഡില ചുരമാണ്. നമുക്കറിയാം അരുണ രക്താണുക്കൾ നമ്മൾ പഠിച്ചു അല്ലേ? അരുണ രക്താണുക്കൾ നമ്മുടെ ബോഡിയിൽ മൊത്തം ഓടി നടക്കുന്ന ഒരു സാധനമാണല്ലോ ഈ അരുണ രക്താണുക്കൾ. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി അരുണാചൽ പ്രദേശ് ബോഡില ചുരം. പിന്നെ ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നത് സോജില ചുരമാണ്. ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നത് സോജില ചുരമാണ്. നമുക്കറിയാം ജമ്മു കാശ്മീർ വിഭജന ബില്ലൊക്കെ പാസ്സാക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു വിഭജനം നടന്നു കഴിഞ്ഞാൽ അവിടെ തുന്നി ചേർക്കാൻ ഒരു സൂചി ആവശ്യമാണെന്നുള്ളതൊക്കെ ഓർത്തു വെച്ചാൽ മതി. സോജില ചുരം ജമ്മു കാശ്മീർ ശ്രീനഗർ. ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നത് സോജില. സിക്കിം ടിബറ്റ് നാഥുല, ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്കില, അരുണാചൽ പ്രദേശ് ടിബറ്റ് ബോഡില, ജമ്മു കാശ്മീർ ശ്രീനഗർ സോജില ചുരം. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്ര? കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണമാണ് ചോദിച്ചത്. ഓപ്ഷൻ എയിൽ 34 പറയുന്നുണ്ട്, ഓപ്ഷൻ ബിയിൽ 7 പറയുന്നുണ്ട്, ഓപ്ഷൻ സിയിൽ 27 പറയുന്നുണ്ട്, ഓപ്ഷൻ ഡിയിൽ 44 പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് കേരളത്തിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലെ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 27 കായലുകളാണ് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ മൊത്തം 34 കായലുകളും 44 നദികളുമാണുള്ളത്. പഠിച്ചു വെക്കാൻ സുഖമാണ്. മൊത്തം നദികളുടെ എണ്ണം 44, കായലുകളുടെ എണ്ണം 34. 10ന്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലെ? 34 ആണ്. 34 കായലുകളിൽ 7 കായലുകൾക്ക് കടലുമായിട്ട് നേരിട്ട് ബന്ധമില്ല. ബാക്കി വരുന്ന 27 കായലുകൾക്കാണ് എന്തുള്ളത്? കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത്. PSC രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27 ആണ്. ആകെ നദികൾ 44 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ 44ൽ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ അല്ലെ? കബനി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു, ഭവാനി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നു, പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്നു. അങ്ങനെയാണ് 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കിയുള്ള നദികളൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ നദികളെ പഠിക്കുമ്പോൾ നമ്മൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ കുറവാണ് അല്ലേ? നമ്മൾ ആകെ 3-4 നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പഠിച്ചത്. എന്നാൽ കേരളത്തിലെ കേസിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കുറവും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ കൂടുതലാണ്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ചെരിവ് ഇങ്ങോട്ടായതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 3 പ്രസ്താവനകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1815 ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജൊനാർദൻ ഡങ്കൻ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാഡം ബ്ലാവഡസ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ശരിയായതാണ് ചോദിച്ചത്. ഏതാണ് എന്നൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. 1815 ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ജൊനാർദൻ ഡങ്കൻ ആണെന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് 3 മാഡം ബ്ലാവഡസ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് എന്ന് പറയുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ 1, 2, 3 ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ബിയിൽ 1, 2 ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ സിയിൽ 1, 3 ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിൽ 2, 3 ശരിയാണെന്ന് പറയുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലെ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1ഉം 3ഉം ആണ് ശരി. അപ്പൊ 2 എന്താണ് തെറ്റ്? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരല്ല? ജൊനാർദൻ ഡങ്കൻ ആണോ? അല്ല. ആരാണ്? GG അഗാർക്കറും MG റാനഡയും ചേർന്നാണ്
ഏത് സ്ഥാപിക്കുന്നത്? ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. GG അഗാർക്കർ MG റാനഡെ ചേർന്നാണ് ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. ആത്മീയ സഭ നമുക്കറിയാം ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ആത്മീയ സഭയാണ്. ഈ ആത്മീയ സഭ സ്ഥാപിക്കുന്നത് ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. 1815 ആത്മീയ സഭ സ്ഥാപിക്കുന്നത്. രാജാറാം മോഹൻ റോയ് തന്നെയാണ് ആത്മീയ സഭ സ്ഥാപിക്കുന്നത്. കൽക്കട്ടയായിരുന്നു അതിന്റെ ആസ്ഥാനമായി വരുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ആത്മീയ സഭ സ്ഥാപിക്കുന്നത് 1815 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1815 കൽക്കട്ടയിലാണ് സ്ഥാപിക്കുന്നത്. ആരാണ് സ്ഥാപിക്കുന്നത്? ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കാരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ്. അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ് ആത്മീയ സഭ 1815 കൽക്കത്തയിൽ സ്ഥാപിക്കുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് എങ്കിൽ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു ആണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ ആത്മീയ സഭ സ്ഥാപിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് തന്നെ സ്ഥാപിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഘടന ഉണ്ടല്ലോ, ഏതായിരുന്നു? ബ്രഹ്മ സമാജാണ് അല്ലെ. 1828 കൽക്കട്ടയിൽ തന്നെയാണ് ബ്രഹ്മ സമാജം സ്ഥാപിക്കുന്നത്. വർഷം 1828. 1866 ബ്രഹ്മ സമാജം 2ആയിട്ട് വിഭജിക്കുന്നുണ്ട്. ബ്രഹ്മസമാജം 1828 രാജാറാം മോഹൻ റോയ് രൂപീകരിച്ച ബ്രഹ്മസമാജം 1866 ആകുമ്പോൾ 2ആയിട്ട് പിരിയുന്നുണ്ട്. ആദി ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും. ഏതൊക്കെയാണ് 2 പിരിവ്? ഒന്ന് ആദി ബ്രഹ്മസമാജം, മറ്റൊന്ന് ഭാരതീയ ബ്രഹ്മസമാജം. ഇതിൽ ആദി ബ്രഹ്മസമാജത്തിന്റെ പിതാവ് ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ആദി ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ആരായിരുന്നു? ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. എന്നാൽ ഭാരതീയ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ കേശവചന്ദ്ര സെൻ ആയിരുന്നു. മാറിപ്പോരുത്. 1828 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചിട്ടുള്ള ബ്രഹ്മസമാജം 1866 2ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഒന്ന് ആദി ബ്രഹ്മസമാജം എന്നും ഒന്ന് ഭാരതീയ ബ്രഹ്മസമാജം എന്നും. ആദി ബ്രഹ്മസമാജത്തിന്റെ ലീഡർ ആരായിരുന്നു? ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. പിന്നെ ഭാരതീയ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ കേശവചന്ദ്ര സെൻ ആയിരുന്നു. ഇനി ആനന്ദമോഹന ബോസും ശിവാനന്ദ ശാസ്ത്രികളും സാധാരണ ബ്രഹ്മസമാജത്തിന്റെ നേതാക്കളായിരുന്നു. ഈ ഭാരതീയ ബ്രഹ്മസമാജം പിന്നെ അതിൽ നിന്നുണ്ടാക്കുന്നതാണ് ഈ സാധാരണ ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. അതിന്റെ ലീഡർ ആരായിരുന്നു? ആനന്ദമോഹന ബോസും ശിവാനന്ദ ശാസ്ത്രികളുമാണ്. ആത്മീയ സഭയുടെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയിയാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ പ്രാർത്ഥനാ സമാജമുണ്ട്, മാറിപ്പോരുത്. ആത്മീയ സമാജവും പ്രാർത്ഥനാ സമാജവും മാറിപ്പോരുത്. ആത്മീയ സഭ രാജാറാം മോഹൻ റോയിയുടേതാണെങ്കിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത് ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത് ആത്മാറാം പാണ്ഡുരംഗാണ്. ഈ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രാർത്ഥന എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി. പ്രാർത്ഥന ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ് സ്ഥാപിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 32. വേദത്തിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. ബാക്ക് ടു വേദാസ് അഥവാ വേദത്തിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദ്യം. സ്വാമി വിവേകാനന്ദനുണ്ട്, സ്വാമി ദയാനന്ദ സരസ്വതി ഉണ്ട്, രാമകൃഷ്ണ പരമഹംസനുണ്ട്, രാജാറാം മോഹൻ റോയ് ഉണ്ട്. ഇതിൽ ആരാണ് വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തത്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. സ്ഥിരമായിട്ട് PSCയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത് അല്ലേ. വേദത്തിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളത്. ആൻസർ കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. കിട്ടാത്ത ആളുകൾ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ. ആരാണ് വേദത്തിലേക്ക് മടങ്ങാൻ പറഞ്ഞത്? ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്തത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എയിൽ തന്നെയുള്ള സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിന്റെ ഒരു കോഴ്സ് ഉണ്ടല്ലോ, എന്തായിരുന്നു? ഗീതയിലേക്ക് മടങ്ങാനാണ്. അപ്പൊ സ്വാമി വിവേകാനന്ദൻ എന്താ പറഞ്ഞത്? ഗീതയിലേക്ക് മടങ്ങുക എന്നാണ് പറഞ്ഞത്. ബാക്ക് ടു ഗീത എന്നാണ് പറഞ്ഞത്. എന്നാൽ വേദങ്ങളിലേക്ക് മടങ്ങാൻ പറഞ്ഞത്, ആഹ്വാനം ചെയ്തത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. മാറിപ്പോരുത്. ഗീതയിലേക്ക് മടങ്ങാൻ പറഞ്ഞത് സ്വാമി വിവേകാനന്ദനും വേദങ്ങളിലേക്ക് മടങ്ങാൻ പറഞ്ഞത് ദയാനന്ദ സരസ്വതിയുമാണ്. ഇത് മാറിപ്പോവാതിരിക്കാൻ വേണമെങ്കിൽ ഞാൻ ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു ദയ ഉണ്ട് അല്ലേ. അതായത് ഗീതയിലേക്ക് മടങ്ങണം, ഒരു ശാഠ്യം പിടിക്കുന്നില്ല അവിടെ,
ഒരു ലൂസാണ്, ഏതെങ്കിലും ഒരു വേദത്തിലേക്ക് മടങ്ങിയാൽ മതി എന്നുള്ള ഒരു ലൂസായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ദയാനന്ദ സരസ്വതിയുടേത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം പേരിൽ തന്നെ ഒരു ദയ ഉണ്ടല്ലോ, ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സ്വാമി വിവേകാനന്ദ പറഞ്ഞത് ഗീതയിലേക്ക് മടങ്ങാനാണ്. ദയാനന്ദ സരസ്വതി പറയുമ്പോൾ കുറച്ചൊരു ലൂസ്ലി, അതായത് ഗീതയിലേക്ക് തന്നെ മടങ്ങണം എന്നില്ല, ഏതെങ്കിലും ഒരു വേദത്തിലേക്ക് മടങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഞാനൊരു കോഡ് പറഞ്ഞു തരുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ദയാനന്ദ സരസ്വതി എന്താ പറഞ്ഞത്? ബാക്ക് ടു വേദാസ്. വിവേകാനന്ദൻ എന്ത് പറഞ്ഞു? ബാക്ക് ടു ഗീത. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത്. ഈ നവീകരണ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം ഏകദൈവത്തെ ഊന്നി പറയുകയും വിഗ്രഹാരാധന നിരസിക്കുകയും ചെയ്തു. നമ്മൾ ചട്ടമ്പി സ്വാമികളെ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തു? വേദങ്ങൾ പഠിച്ചുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന വിഗ്രഹാരാധന വേദങ്ങൾക്കെതിരാണെന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. ഈ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിക്കുന്നതിലൂടെ ചെയ്തതും അത് തന്നെയാണ്. അതായത് പിന്നെ എന്ത് ചെയ്തു? ഏകദൈവ വിശ്വാസത്തിൽ ഊന്നി പറയുകയും വിഗ്രഹ ആരാധനയെ എതിർക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. ആര്യസമാജം സ്ഥാപിച്ചിട്ട് എന്താണ് ചെയ്തത്? ഏകദൈവ വിശ്വാസത്തെ ഊന്നി പറയുകയും വിഗ്രഹാരാധനയെ എതിർക്കുകയും ചെയ്തു. ഹിന്ദുമതത്തിലെ പുരോഹിതന്മാരുടെ ഉന്നതമായ സ്ഥാനത്തിനെതിരെയും അദ്ദേഹം വാദിച്ചു. ഈ പുരോഹിതന്മാർക്ക് ഉയർന്ന സ്ഥാനം കൊടുക്കുന്നതിനെതിരെയൊക്കെ ദയാനന്ദ സരസ്വതി വാദിച്ചു എന്നും പറയുന്നുണ്ട്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. നേരത്തെ പറഞ്ഞ പോയിന്റാണ്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് അല്ലേ. അപ്പോൾ സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. എന്നാണ് ചിക്കാഗോയിൽ സർവ്വമത സമ്മേളനം നടന്നത്? ആ ഡേറ്റ് കൂടി ഓർത്ത് വെക്കണം. 1893 സെപ്റ്റംബർ 11 ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 33. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാര്? ഇതും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാര് എന്ന ചോദ്യം. ഓപ്ഷൻ എയിൽ രാമകൃഷ്ണ പരമഹംസൻ ഉണ്ട്, ഓപ്ഷൻ ബിയിൽ സ്വാമി ദയാനന്ദ സരസ്വതി ഉണ്ട്, ഓപ്ഷൻ സിയിൽ സ്വാമി വിവേകാനന്ദൻ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ചിന്മയാനന്ദ സ്വാമികളുണ്ട്. ഇതിൽ ആരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എയിൽ തന്നെ രാമകൃഷ്ണ പരമഹംസൻ ഉണ്ട് അല്ലേ. അപ്പൊ അത് കെണിയാണ്. രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളിലേക്ക് ചാടി വീഴും. ആരാണ് സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. അതായത് രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദനാണ് തന്റെ ഗുരുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. മാറിപ്പോരുത്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് രാമകൃഷ്ണ പരമഹംസനല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദനാണ് ഏത് സ്ഥാപിക്കുന്നത്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. 1897 കൽക്കട്ടക്കടുത്തുള്ള ബേലൂരിലാണ് ഈ പറയുന്ന രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. വർഷം ഇമ്പോർട്ടന്റ് ആണ്, സ്ഥലം ഇമ്പോർട്ടന്റ് ആണ്. 1897 സ്വാമി വിവേകാനന്ദൻ എന്ത് സ്ഥാപിക്കുന്നത്? ഈ പറയുന്ന രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. ചിക്കാഗോ സർവ്വമത സമ്മേളനം കഴിഞ്ഞ് വന്ന് 4 വർഷം കഴിഞ്ഞിട്ടാണെന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. 1897 കൽക്കത്തക്കടുത്തുള്ള ബേലൂരിൽ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. ദേശീയ അവബോധം വളർത്തിയെടുക്കുന്നതിലും ഇന്ത്യക്കാരുടെ ആത്മീയ വളർച്ചയിലും ഇത് പ്രധാന പങ്ക് വഹിച്ചു. ഈ രാമകൃഷ്ണ മിഷൻ എന്തിനൊക്കെയാണ് പങ്കുവഹിച്ചത്? ഒന്ന്, ദേശീയ അവബോധം വളർത്തിയെടുക്കുന്നതിൽ അതോടൊപ്പം ആത്മീയ വളർച്ചയിലുമാണ് ഈ പറയുന്ന രാമകൃഷ്ണ മിഷൻ പങ്കുവഹിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ത്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചത്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 ബോംബെയിൽ സ്ഥാപിച്ചിട്ടുള്ള സംഘടനയാണ് ഏത്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ ഗോപാലകൃഷ്ണ ഗോഖലെക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്തായിരുന്നു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് അല്ലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മിതവാദികളുടെ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലെ. തിലകൻ കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവും ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദികളുടെ നേതാവുമായിരുന്നു. നമുക്കറിയാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണല്ലോ അല്ലെ. അപ്പൊ ഗാന്ധിജിയുടെ ഒരു ലൈനേ ഉണ്ടാവുള്ള, ഒരു തീവ്രമായ നിലപാടൊന്നും ഉണ്ടാവില്ല അല്ലെ.
അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചു 1905. എവിടെയാണ് സ്ഥാപിക്കുന്നത്? ബോംബെയിലാണ് സ്ഥാപിക്കുന്നത്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഘടനയാണ് ഹോം റൂൾ മൂവ്മെന്റ് അല്ലെ. എന്താണ് ഈ ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം? ഹോം റൂൾ എന്ന് പറഞ്ഞാൽ സ്വയംഭരണം എന്നാണ് അർത്ഥം. ഈ ഹോം റൂൾ എന്ന വാക്ക് വിദേശിയാണ്. അതായത് നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു പേരാണ് ഈ ഹോം റൂൾ എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തത്? അയർലൻഡ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഒരു വേർഡാണ് ഈ ഹോം റൂൾ എന്ന് പറയുന്നത്. ഹോം റൂളിന്റെ അർത്ഥം എന്താണ്? സ്വയംഭരണം എന്നാണ്. എവിടെ നിന്നാണ് നമ്മൾ ഈ ഹോം റൂൾ എന്ന വാക്ക് കടം കൊണ്ടത്? അയർലൻഡ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ നിന്നുമാണ്. അയർലൻഡിൽ നിന്ന് നമ്മൾ കടമെടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. എന്താണ്? ഐറിഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തത് നിർദ്ദേശക തത്വങ്ങളിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ഈ ഹോം റൂൾ അഥവാ സ്വയംഭരണം എന്ന വാക്ക് കടം കൊണ്ടതും അയർലൻഡ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ നിന്നാണ്. മദ്രാസിനടുത്തുള്ള അടയാറിൽ ഈ ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. 1916 എവിടെയാണ്? അടയാറിൽ. അടയാർ എന്ന് പറഞ്ഞാൽ മദ്രാസിനടുത്തുള്ള ഒരു സ്ഥലമാണ് അടയാർ. അപ്പൊ അടയാറിൽ ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. എന്നാൽ പൂനെയിൽ ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. മാറിപ്പോയത്. അടയാറിൽ ആരാണ്? ആനി ബസന്റ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ആനി ബസന്റ് എവിടെയാണ്? അടയാറിലാണ്. അടയാർ എന്ന് പറഞ്ഞാൽ മദ്രാസിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് അടയാർ. ഈ അടയാറിൽ ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. 1916 ഈ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. പൂനെയിൽ ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിക്കുന്നത് ബാലഗംഗാധര തിലകനാണ്. മലബാറിലും ഇതിന്റെ ഒരു ശാഖ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹോം റൂൾ മൂവ്മെന്റിന്റെ ഒരു ശാഖ മലബാറിലും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മലബാറിൽ ഹോം റൂൾ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തത് ആരാണ്? KP കേശവ മേനോനാണ്. ആരാണ്? KP കേശവ മേനോനാണ്. അങ്ങനെ ഹോം റൂൾ മൂവ്മെന്റ് 1917 ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഹോം റൂൾ മൂവ്മെന്റ് നിർത്തലാക്കി. എന്താണ് നിർത്തലാക്കാനുള്ള കാരണം? ഇന്ത്യയിൽ ഒരു ഉത്തരവാദിത്ത ഭരണം ആരംഭിക്കുമെന്ന് സ്ഥാപിക്കുമെന്ന് ആര് ഉറപ്പ് നൽകി? ബ്രിട്ടൻ ഉറപ്പ് നൽകി. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവർ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്? നമ്മൾ പറഞ്ഞു, സ്വയംഭരണം എന്നതായിരുന്നു ഇവരുടെ മുദ്രാവാക്യം അല്ലെ. ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഹോം റൂൾ എന്ന് പറഞ്ഞാൽ സ്വയംഭരണം എന്നാണ്. അപ്പം ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന് ബ്രിട്ടൻ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഹോം റൂൾ പ്രസ്ഥാനം പ്രവർത്തനം നിർത്തിവെച്ചു. സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ഇതാരാണ് ആരംഭിച്ചിട്ടുള്ളത്? അത് EV രാമസ്വാമി നായ്ക്കറാണ്. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 34. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ആര്? ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഉണ്ട്. ഓപ്ഷൻ ബിയിൽ ചലപതി റാവു ഉണ്ട്. ഓപ്ഷൻ സിയിൽ സുരേന്ദ്രനാഥ് ബാനർജി ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ ചാൾസ് മെറ്റ്കാഫ് ഉണ്ട്. ഇതിൽ ആരാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആരാണ്? ചലപതി റാവു ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു ആണ്. എന്നാൽ ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. അങ്ങോട്ടോട്ട് മാറിപ്പോയത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ആരാണ്? അത് ചലപതി റാവു ആണ്. എന്നാൽ ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കട്ടോ. ഏതായിരുന്നു ഈ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആരംഭിച്ചിട്ടുള്ള പത്രം എന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കട്ടോ. ഓർമ്മയില്ലാത്തവരെ ക്ലാസ് ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന്റെ നോട്ട്സ് നോക്കിയിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയും ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവുവാണ്. ഇനി ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിനെ വിളിച്ചതായിട്ട് ചിലയിടങ്ങളിൽ കാണുന്നുണ്ട്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു, ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന പേരിൽ രാജാറാം മോഹൻ റോയിയെയും ചില സ്ഥലത്ത് കാണുന്നുണ്ട്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു ആക്റ്റാണ് വെർണക്കുലാർ പ്രസ് ആക്ട്, അഥവാ നാട്ടുഭാഷ പത്രമാരണ നിയമം എന്നൊക്കെ പറയും അല്ലേ. നാട്ടുഭാഷ പത്രമാരണ നിയമം എന്നൊക്കെ പറയുന്ന ഒരു നിയമമുണ്ട്, വെർണക്കുലാർ പ്രസ് ആക്ട്. 1878 കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണിത്. ഇത് ആരാണ് ഈ നിയമം കൊണ്ടുവന്നത്? ലിട്ടൺ പ്രഭുവാണ് വെർണക്കുലാർ പ്രസ് ആക്ട് പാസ്സാക്കിയത്. എന്തിനു വേണ്ടിയാണ്? ഇന്ത്യൻ ഭാഷകളിലുള്ള പത്രങ്ങളുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള
ഒരു നിയമമായിരുന്നു വെർണക്കുലർ പ്രസ് ആക്ട്. അഥവാ പ്രാദേശിക ഭാഷയിൽ പത്രം അച്ചടിക്കുന്നതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമായിരുന്നു ഏത്? വെർണക്കുലർ പ്രസ് ആക്ട്. 1878 നിയമം വന്നത്. ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നതെന്ന് മാത്രമല്ല, ഇന്ത്യൻ ദേശീയത വളർത്തുന്നതിൽ ആളുകളുടെ ഇടയിൽ ഇന്ത്യൻ ദേശീയത വളർത്തുന്നതിന് ഈ ഒരു നിരോധനം, ഈ ഒരു വെർണക്കുലർ പ്രസ് ആക്ട് കാരണമായി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ജനങ്ങൾ കൂടുതൽ സംഘടിക്കുകയും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പോരാടുന്ന സാഹചര്യമൊക്കെ വന്നു. അങ്ങനെ 1882 ലോർഡ് റിപ്പൺ ഈ ഒരു വെർണക്കുലർ പ്രസ് ആക്ട് റദ്ദാക്കുകയാണ്. ലോർഡ് റിപ്പൺ പ്രഭു. ഈ റിപ്പൺ പ്രഭുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യക്കാരുമായിട്ട് ഒരു ഉദാസീനനായിട്ട് പ്രവർത്തിച്ച ഒരു വൈസ്രോയി ആണ് ആര്? റിപ്പൺ പ്രഭു. അപ്പോൾ 1878 വെർണക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കുന്നത്. ആരാണ് ആക്ട് പാസ്സാക്കുന്നത്? ലിട്ടൺ പ്രഭുവാണ്. എന്തിനു വേണ്ടിയാണിത്? ഈ പ്രാദേശിക ഭാഷയിലുള്ള പത്രങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് വെർണക്കുലർ പ്രസ് ആക്ട്. ഇനി നമ്മൾ പറഞ്ഞു 1882 ഇത് പിൻവലിക്കുന്നത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ലിട്ടൺ പാസ്സാക്കുകയും റിപ്പൺ അത് പിൻവലിക്കുകയും ചെയ്തു. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ഇന്ത്യൻ പത്രങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ താഴെ പറയുന്നുണ്ട്. അതിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, യങ് ഇന്ത്യ പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണെന്ന് പറയുന്നുണ്ട്. യങ് ഇന്ത്യ പത്രം ആരംഭിച്ചത് ആരാണ്? ഗാന്ധിജിയാണെന്ന് പറയുന്നുണ്ട്. അംബേദ്കർ ആരംഭിച്ച പത്രമാണ് കോമൺവീലും മൂക്ക് നായകും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അംബേദ്കർ ആരംഭിച്ച പത്രമാണ് കോമൺവീലും മൂക്ക് നായകും എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ന്യൂ ഇന്ത്യ ആനി ബസന്റിന്റെ പത്രമായിരുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ന്യൂ ഇന്ത്യ ആനി ബസന്റിന്റെ പത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇൻഡിപെൻഡൻസ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ് ചോദ്യം. ശരിക്കും ശ്രദ്ധിക്കണം. തെറ്റായതാണ് ചോദിച്ചത്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കിട്ടാത്തവർ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം അല്ലെ. 2ഉം 4ഉം തെറ്റാണ്. 1 ശരിയാണ്, യങ് ഇന്ത്യ പത്രം ഗാന്ധിജി ആരംഭിച്ച പത്രം തന്നെയാണ്. 3 ശരിയാണ്, ന്യൂ ഇന്ത്യ ആനി ബസന്റിന്റെ പത്രമായിരുന്നു. അംബേദ്കർ ആരംഭിച്ച പത്രമാണ് മൂക്ക് നായക്, അത് കറക്റ്റ് ആണ്. പക്ഷെ കോമൺവീൽ ആരല്ല? അംബേദ്കർ അല്ല. ആരുടേതാണ്? അതും ആനി ബസന്റിന്റെ പത്രമാണ്. കോമൺവീലും അതേപോലെ ന്യൂ ഇന്ത്യയും ആനി ബസന്റിന്റെ പത്രമാണ്. അംബേദ്കറിന്റെ പത്രം മൂക്ക് നായകാണ്. പിന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമ്മൾ പറഞ്ഞു. ഇൻഡിപെൻഡൻസ് ആരുടെ പത്രമാണ്? ഇൻഡിപെൻഡൻസ് മോത്തിലാൽ നെഹ്റുവിന്റെ പത്രമാണ്. ജവഹർലാൽ നെഹ്റു അല്ല. മോത്തിലാൽ നെഹ്റുവിന്റെ, അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റുവിന്റെ പത്രമാണ് ഏത്? ഇൻഡിപെൻഡൻസ്. മാറിപ്പോരുത്. ഇൻഡിപെൻഡൻസ് എന്ന പത്രം ആരുടേതാണ്? മോത്തിലാൽ നെഹ്റുവിൻ്റെതാണ്. ആരുടേതല്ല? ജവഹർലാൽ നെഹ്റുവിൻ്റെതല്ല. അതുകൊണ്ടാണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയത്. കോമൺവീൽ ന്യൂ ഇന്ത്യ ആനി ബസന്റിൻ്റെതാണ്. മൂക്ക് നായകാണ് അംബേദ്കർ. ഇൻഡിപെൻഡൻസ് മോത്തിലാൽ നെഹ്റുവിൻ്റെതാണ്. അപ്പൊ ഗാന്ധിജിയുടെ പത്രങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ. ഈ ഹരിജൻ ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഹരിജൻ ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. യങ് ഇന്ത്യ ഗാന്ധിജിയുടെ പത്രമാണ്. അതേപോലെ ഇന്ത്യൻ ഒപ്പീനിയനും എന്താണ്? ഗാന്ധിജിയുടെ പത്രമാണ്. വന്ദേമാതരം ആരുടേതാണ്? അരവിന്ദ ഘോഷിൻ്റെതാണ്. അരവിന്ദ് ഘോഷിൻ്റെതാണ് വന്ദേമാതരം എന്ന പത്രം. ബാലഗംഗാധര തിലകന്റെ പത്രമായിരുന്നു കേസരി. പിന്നെ മിറാത്തുൽ അക്ബർ ഉണ്ട്, അതൊരു പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ്. അതേപോലെ സംവാദ് കൗമുദി, ഇത് രണ്ടും രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ്. ഹിന്ദു എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന പത്രമുണ്ട്. ഹിന്ദു ജി സുബ്രഹ്മണ്യ അയ്യരുടേതും ഇന്ത്യ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഭാരതിയുടേതുമാണ്. പേര് സാമ്യമുള്ളത് കൊണ്ട് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഹിന്ദു സുബ്രഹ്മണ്യ അയ്യരും ഇന്ത്യ സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇന്ത്യയുടെ മറ്റൊരു പേരാണല്ലോ ഭാരത്. അപ്പോൾ ഇന്ത്യ സുബ്രഹ്മണ്യ ഭാരതിയാണെന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഹിന്ദു എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ അയ്യരുമാണ്. അപ്പോൾ ഇനി ഇത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കറിയാം അയ്യപ്പൻ എന്ന് പറയുന്നത് ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലേ അയ്യപ്പൻ. അപ്പൊ അങ്ങനെ അയ്യരും ഒക്കെ അങ്ങനെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യയും ഭാരതവും തമ്മിൽ കണക്ട് ചെയ്യാം. ഹിന്ദു എന്ന പത്രം ജി സുബ്രഹ്മണ്യ അയ്യരുടേതും ഇന്ത്യ എന്ന പത്രം സുബ്രഹ്മണ്യ ഭാരതിയുടേതുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക.